ശങ്കരൻ മാഷിന്റെ പഴയ സ്കൂൾ കെട്ടിടം. ആ വിക്രമൻ, അയാൾ ചെറുപ്പത്തിൽ തന്നെ അപകടകാരിയായിരുന്നു. ഭൂതകാലത്തെ മാറ്റാൻ ശ്രമിക്കുന്നത് തീക്കളി പോലെയാണ്. എനിക്കെന്റെ അച്ഛനെ രക്ഷിക്കണം. അയാള് ഡാം തകർക്കാൻ പോവാണോ? അല്ലെങ്കിൽ ഇതിലും വലിയ അപകടമുണ്ടാവുമായിരുന്നു. കാത്തിരിപ്പ് അവസാനിക്കാറായി. ആ സൈക്കിളും ആ പെൺകുട്ടിയും എന്റെ കയ്യിൽ വരും. കാലം എന്റെ കാൽ കീഴിലാകും. ശങ്കരൻ മാഷിന്റെ പഴയ സ്കൂൾ കെട്ടിടം. വർത്തമാനകാലം. കുട്ടികൾ ഭയത്തോടെയും ആശയക്കുഴപ്പത്തോടെയും ശങ്കരൻ മാഷിനു മുന്നിലിരിക്കുന്നു. 1985 സുന്ദരമായ നാടിന്റെ ഓർമ്മകൾ അവരുടെ മനസ്സിലുണ്ട്. മാഷേ, ആ വിക്രമൻ, അയാൾ ചെറുപ്പത്തിൽ തന്നെ അപകടകാരിയായിരുന്നു. ഈ നാശത്തിനെല്ലാം കാരണം അയാളാണെന്ന് ഞങ്ങൾക്കുറപ്പാണ്. നമ്മൾ കണ്ട ആ നല്ല കാലം അത് തിരികെ കിട്ടിയിരുന്നെങ്കിൽ. വിനു ഒന്നും മിണ്ടാതെ ദൂരേക്ക് നോക്കിയിരിക്കുന്നു. അവന്റെ മനസ്സിൽ ഇപ്പോഴും ആ പഴയ സന്തോഷമുള്ള നാടാണ്. ഭൂതകാലത്തെ മാറ്റാൻ ശ്രമിക്കുന്നത് തീക്കളി പോലെയാണ്. ഒരു ചെറിയ തീപ്പൊരി മതി എല്ലാം കത്തിച്ചാമ്പലാകാൻ. പക്ഷേ ഒന്നും ചെയ്യാതിരിക്കുന്നത് എങ്ങനെയാണ് ശരിയാവുക? നമ്മൾ കാരണം കണ്ടുപിടിക്കണം. ഒരു തവണ കൂടി മാത്രം ഞങ്ങൾ 1985 പോകാം. എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ. ഞങ്ങൾ ഒന്നും മാറ്റില്ല, വാക്ക്. ശങ്കരൻ മാഷ് മടിച്ചു നിൽക്കുന്നു. കുട്ടികളുടെ, പ്രത്യേകിച്ച് ആര്യയുടെ മുഖത്തെ നിശ്ചയദാർഢ്യം കണ്ട് അദ്ദേഹം മനസ്സില്ലാ മനസ്സോടെ സമ്മതിക്കുന്നു. ഓർമ്മ വേണം, നിങ്ങൾ അവിടെ കാഴ്ചക്കാർ മാത്രം. ഒരു വാക്കുപോലും ആരോടും മിണ്ടരുത്. ഒരു വസ്തു പോലും മാറ്റിവെക്കരുത്. നിങ്ങളുടെ ഒരു ചെറിയ ഇടപെടൽ പോലും ഇന്നത്തെ ലോകത്തെ പ്രവചിക്കാനാവാത്ത വിധം മാറ്റിയേക്കാം. കുട്ടികൾ തലയാട്ടുന്നു. 1985 മലമ്പുഴ പുഴയോരം. ഒരു പ്രസന്നമായ പകൽ. നീലപ്രകാശം മായുമ്പോൾ അവർ വീണ്ടും ആ മനോഹരമായ കാലഘട്ടത്തിലെത്തുന്നു. ഇത്തവണ അവർക്ക് കൂടുതൽ അടുപ്പം തോന്നുന്നു. ശരി, നമ്മുടെ ദൗത്യം ഇതാണ്. വിക്രമൻ, അയാൾ എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നുവെന്ന് നിരീക്ഷിക്കുക. ഒരു തുമ്പ് കിട്ടാതിരിക്കില്ല. നമുക്ക് പിരിഞ്ഞു നോക്കാം, പക്ഷേ ആരും ഒറ്റയ്ക്ക് പോകരുത്. ഞാനും റിയയും പ്ലാന്റിന്റെ പരിസരത്തേക്ക് പോകാൻ. വിനു, നീ മനുവിനെയും അപ്പുവിനെയും കൂട്ടി അങ്ങാടിയിലേക്ക് പോകൂ. 1985 അങ്ങാടി. വിനുവും മനുവും അപ്പുവും ആളുകൾക്കിടയിലൂടെ നടക്കുന്നു. വിനുവിന്റെ കണ്ണുകൾ ചുറ്റും പരതുകയാണ്. പെട്ടെന്ന് അവൻ സ്തബ്ധനായി ഒരിടത്ത് നിൽക്കുന്നു. അവന്റെ മുന്നിൽ ഒരു ചായക്കടിയിലിരുന്ന് കൂട്ടുകാരുമായി ചിരിച്ചുല്ലസിച്ച് സംസാരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. അതവന്റെ അച്ഛനാണ്. ചെറുപ്പമായ, ആരോഗ്യവാനായ, ജീവിതത്തെക്കുറിച്ച് സ്വപ്നങ്ങൾ കാണുന്ന അവന്റെ അച്ഛൻ. വിനുവേട്ടാ, എന്തുപറ്റി? വിനുവിന്റെ കണ്ണുകൾ നിറയുന്നു. അവൻ വിരൽ ചൂണ്ടുന്നു. അച്ഛൻ. അപ്പുവും മനുവും ഞെട്ടലോടെ നോക്കുന്നു. വിനുവിന്റെ അച്ഛൻ ചായ കുടിച്ചു കഴിഞ്ഞിട്ട് ഡാം സൈറ്റിലേക്ക് നടന്നു പോകുന്നു. അദ്ദേഹം ഡാമിലെ ഒരു തൊഴിലാളിയാണ്. വിനു അറിയാതെ അദ്ദേഹത്തിന്റെ പിന്നാലെ നടന്നു പോകുന്നു. ചേട്ടാ, വേണ്ട, മാഷു പറഞ്ഞത് ഓർമ്മയില്ലേ? പക്ഷേ വിനു അതൊന്നും കേൾക്കുന്നില്ല. അവന്റെ അച്ഛൻ തിരിഞ്ഞു നോക്കാതെ നടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു ചെറിയ ഡയറി താഴെ വീഴുന്നു. അദ്ദേഹം അതറിയുന്നില്ല. വിനു ഓടിച്ചെന്ന് അതെടുക്കുന്നു. അത് തിരികെ കൊടുക്കാനായി വിനു മുന്നോട്ടായുമ്പോൾ അപ്പു അവന്റെ കയ്യിൽ പിടിച്ച് തടയുന്നു. ഭ്രാന്ത് കാണിക്കല്ലേ, ഇത് തിരികെ കൊടുത്താൽ നമ്മൾ ആരാണെന്ന് അവർ ചോദിക്കും. പ്ലാന്റിനടുത്തുള്ള ഒരു വിജനമായ സ്ഥലം ആര്യയും റിയായും ഒഴിച്ചുനിന്ന് വിക്രമനെ നിരീക്ഷിക്കുന്നു. അയാൾ ആരോടോ രഹസ്യമായി സംസാരിക്കുകയാണ്. അവർ പോയ ശേഷം വിക്രമൻ താൻ ഒളിപ്പിച്ചുവെച്ച ഒരു ബാഗ് എടുത്ത് ഒരു പഴയ ഷെഡിന്റെ ഉള്ളിലേക്ക് പോകുന്നു. അയാൾ പോയ തക്ക നോക്കി ആര്യയും റിയായും ആ ഷെഡിന്റെ ജനലിലൂടെ അകത്തേക്ക് നോക്കുന്നു. വിക്രമൻ ഒരു മേശയിൽ ഒരു ബ്ലൂ പ്രിന്റ് വിരിച്ച് അതിലെന്തൊക്കെയോ അടയാളപ്പെടുത്തുകയാണ്. അതിനടുത്ത് കുറച്ച് ടൈമറുകളും വയറുകളും ഇരിക്കുന്നു. അയാള് ഡാം തകർക്കാൻ പോവാണോ? അറിയില്ല, പക്ഷേ ഇത് സാധാരണ കാര്യമല്ല. 5 പേരും വീണ്ടും ഒത്തുകൂടുന്നു. ആര്യയും റിയയും കണ്ട കാര്യങ്ങൾ പറയുന്നു. വിനു അച്ഛൻ്റെ ഡയറി തുറന്നു നോക്കുകയാണ്. അതൊരു സാധാരണ ഡയറിയല്ല, ഡാമിലെ മെയിൻ്റനൻസ് ലോഗ് ബുക്കാണ്. അതിൽ ഓരോ ദിവസത്തെയും ജോലികളും സുരക്ഷാ പരിശോധനകളും രേഖപ്പെടുത്തിയിരിക്കുന്നു. വിനു ഡയറി മറിച്ച് അവസാന പേജിലേക്കെത്തുമ്പോൾ അവൻ ഞെട്ടുന്നു. അവിടെ അവൻ്റെ അച്ഛൻ കുറച്ചു പ്രത്യേക കാര്യങ്ങൾ കുറിച്ചിട്ടിരിക്കുന്നു. സുരക്ഷാ വീഴ്ച. കൂളിംഗ് സിസ്റ്റത്തിലെ പൈപ്പ് നമ്പർ 7 ചെറിയൊരു ലീക്ക് ശ്രദ്ധയിൽപ്പെട്ടു. സൂപ്പർവൈസർ വിക്രമനോട് റിപ്പോർട്ട് ചെയ്തു. അയാളത് കാര്യമാക്കിയില്ല.
നാളെ നടക്കുന്ന ഉത്സവത്തിനു മുമ്പ് ഇത് പരിഹരിച്ചില്ലെങ്കിൽ അപകടമാണ്. സ്വന്തം നിലയ്ക്ക് നാളെ രാത്രി ഡ്യൂട്ടിക്ക് കയറി അതൊന്ന് പരിശോധിക്കണം. എല്ലാവരും അത് വായിച്ച് സ്തബ്ധരാകുന്നു. വിക്രമൻ മനഃപൂർവ്വം ആ ലീക്ക് ശരിയാക്കാതിരുന്നതാണ്. ഉത്സവത്തിന്റെ ബഹളത്തിനിടയിൽ ആ ചെറിയ ലീക്ക് ഒരു വലിയ പൊട്ടിത്തെറിയാക്കി മാറ്റാൻ അയാൾ എന്തോ ചെയ്യാൻ പോകുന്നു. ഡാം തകരില്ല, പക്ഷെ ന്യൂക്ലിയർ പ്ലാന്റിലെ അപകടം കാരണം ഈ പ്രദേശം മുഴുവൻ വിഷമയമാകും. അതുകൊണ്ടാണ് വിക്രമൻ അയാളെ ലക്ഷ്യം വെക്കുന്നത്. വിനുവിന്റെ മുഖം ഭയം കൊണ്ട് വിളറുന്നു. അവന്റെ അച്ഛൻ അപകടത്തിലാണ്. ഡാമിലെ ന്യൂക്ലിയർ പ്ലാന്റിന്റെ പരിസരം. സമയം രാത്രി. ഉത്സവത്തിന്റെ ബഹളം ദൂരെ കേൾക്കാം. കുട്ടികൾ പ്ലാന്റിന്റെ വേലിക്ക് പുറത്ത് ഒളിച്ചിരിക്കുന്നു. അവർ വിക്രമനെ കാത്തിരിക്കുകയാണ്. കുറച്ചുകഴിഞ്ഞ് വിക്രമൻ ആരും കാണാതെ പ്ലാന്റിന്റെ ഉള്ളിലേക്ക് കടക്കുന്നത് അവർ കാണുന്നു. നമ്മൾ എന്തെങ്കിലും ചെയ്യണം. എങ്ങനെ? നമ്മൾ പോലീസിനോട് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. എനിക്കെന്റെ അച്ഛനെ രക്ഷിക്കണം. അവൻ എഴുന്നേറ്റ് പ്ലാന്റിന്റെ ഗേറ്റിനടുത്തേക്ക് ഓടുന്നു. അവിടെയുള്ള സെക്യൂരിറ്റി ഗാർഡിനോട് അവൻ കിതച്ചുകൊണ്ട് പറയുന്നു, അങ്കിൾ, അപകടം! പൈപ്പ് നമ്പർ 7, ആരോ അത് തകർക്കാൻ പോകുന്നു. സെക്യൂരിറ്റി ഗാർഡ് അവനെ സംശയത്തോടെ നോക്കുന്നു. അതേസമയം പ്ലാന്റിനുള്ളിൽ വിക്രമൻ പൈപ്പ് നമ്പർ 7-നടുത്ത് ഒരു ചെറിയ ഉപകരണം സ്ഥാപിക്കാൻ തുടങ്ങുന്നു. അപ്പോഴാണ് അപായ സൈറൻ മുഴങ്ങുന്നത്. വിനു പറഞ്ഞത് കേട്ട് സെക്യൂരിറ്റി ഗാർഡ് അലാറം മുഴക്കിയതാണ്. വിക്രമൻ ഞെട്ടിത്തിരിഞ്ഞു നോക്കുന്നു. അവന്റെ പദ്ധതി പാളി. തൊഴിലാളികളും സുരക്ഷാ ഉദ്യോഗസ്ഥരും അങ്ങോട്ട് ഓടിയെത്തുന്നു. കൂട്ടത്തിൽ വിനുവിന്റെ അച്ഛനുമുണ്ട്. വിക്രമൻ രക്ഷപ്പെടാനായി ഓടുമ്പോൾ അവൻ ദേഷ്യത്തിൽ ഒരു വാൽവ് ശക്തിയായി തിരിക്കുന്നു. ഒരു വലിയ സ്റ്റീം പൈപ്പ് ചെവിയടുപ്പിക്കുന്ന ശബ്ദത്തോടെ പൊട്ടുന്നു. ചൂടുള്ള നീരാവി എല്ലായിടത്തും നിറയുന്നു. ബഹളത്തിനിടയിൽ വിനുവിന്റെ അച്ഛൻ നിലത്തു വീണ ഒരു സഹപ്രവർത്തകനെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ പൊട്ടിയ പൈപ്പിൽ നിന്ന് തെറിച്ച ഒരു ലോഹക്കഷണം അദ്ദേഹത്തിന്റെ കാലിൽ ശക്തിയായി വന്നിടിക്കുന്നു. അദ്ദേഹം വേദന കൊണ്ട് പുളയുന്നു. പുറത്തുനിന്ന് ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന വിനു ഭയന്ന് വിറങ്ങലിച്ചു പോകുന്നു. അവൻ ഓടിച്ചെന്ന അച്ഛനെ സഹായിക്കാൻ ശ്രമിക്കുന്നതിനു മുമ്പ് അപ്പുവും ആര്യയും അവനെ പിടിച്ചു വലിക്കുന്നു. വിനു, നമുക്ക് പോകണം ഇപ്പോൾ. ആളുകൾ നമ്മളെ കാണും. എന്റെ അച്ഛൻ! ഞാൻ കാരണമാണ്. നീ കാരണമല്ല, നീ അച്ഛനെ രക്ഷിക്കുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ ഇതിലും വലിയ അപകടമുണ്ടാവുമായിരുന്നു. അവർ വിനുവിനെ വലിച്ചുകൊണ്ട് സൈക്കിളിനടുത്തേക്ക് ഓടുന്നു. ആര്യ സൈക്കിൾ ചവിട്ടുമ്പോൾ വിനു അവസാനമായി തിരിഞ്ഞു നോക്കുന്നു. സ്ട്രെച്ചറിൽ വേദനയോടെ കിടക്കുന്ന അച്ഛന്റെ രൂപം അവന്റെ കണ്ണിൽ മായാതെ നിൽക്കുന്നു. ശങ്കരൻ മാഷിന്റെ സ്കൂൾ കെട്ടിടം. വർത്തമാനകാലം. സമയം രാത്രി. നീലവെളിച്ചം മായുമ്പോൾ അവർ വർത്തമാനകാലത്ത് തിരിച്ചെത്തുന്നു. എല്ലാവരും നിശബ്ദരാണ്. നമ്മൾ വിജയിച്ചു. അറിയില്ല. വിനു നിലത്തിരുന്ന് കരയുകയാണ്. ആര്യ പതിയെ എഴുന്നേറ്റ് പുറത്തേക്ക് നോക്കുന്നു. അവൾ അത്ഭുതത്തോടെ തമ്പിച്ചു പോകുന്നു. വെള്ളപ്പൊക്കമില്ല. കെട്ടിടങ്ങൾ തകർന്നിട്ടില്ല. ദൂരെ ഡാമും പരിസരവും ശാന്തമാണ്. പുഴ തെളിഞ്ഞൊഴുകുന്നു. അവർ വിജയിച്ചിരിക്കുന്നു. അവർ സന്തോഷത്തോടെ പരസ്പരം നോക്കുമ്പോൾ വിനു എഴുന്നേറ്റ് അവന്റെ പഴയ വീട് നിന്നിരുന്ന സ്ഥലത്തേക്ക് ഓടുന്നു. വീട് അവിടെയുണ്ട്, മുങ്ങിപ്പോയിട്ടില്ല. അവൻ പ്രതീക്ഷയോടെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറുന്നു. മറ്റുള്ളവരും പിന്നാലെ. വീടിന്റെ ചുമരിൽ അവന്റെ അച്ഛന്റെയും അമ്മയുടെയും ഫോട്ടോയുണ്ട്. പക്ഷെ ഫോട്ടോയിൽ അച്ഛൻ ഒരു ഊന്നുവടിയുടെ സഹായത്തോടെയാണ് നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ മുഖത്ത് ഇപ്പോഴും ആ പഴയ ചിരിയുണ്ട്. വിനു ആ ഫോട്ടോയിൽ തൊട്ട് വിതുമ്പുന്നു. അവൻ നാടിനെ രക്ഷിച്ചു. അവന്റെ അച്ഛന്റെ ജീവൻ രക്ഷിച്ചു. പക്ഷെ ആ രക്ഷയ്ക്ക് ഒരു വിലയുണ്ടായിരുന്നു. അച്ഛന്റെ കാലിലെ ആ മുറിവ്, അത് അവന്റെ ഇടപെടലിന്റെ മായാത്ത അടയാളമായിരുന്നു. മലമ്പുഴ അണക്കെട്ടിൽ നടന്ന അട്ടിമറി ശ്രമം പരാജയപ്പെടുത്തി. എന്നാൽ സംഭവത്തിനിടയിൽ രക്ഷപ്പെട്ട മുഖ്യസൂത്രധാരൻ വിക്രമനെ കണ്ടെത്താനായിട്ടില്ല. ഇയാൾ അതീവ അപകടകാരിയാണെന്ന് പോലീസ് അറിയിച്ചു. ഇയാളോടൊപ്പം കണ്ട 5 അജ്ഞാതരായ കുട്ടികളെക്കുറിച്ചും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ചെറുപ്പക്കാരനായ വിക്രമൻ അഴികൾക്ക് പിന്നിൽ നിൽക്കുന്നു. അയാളുടെ കണ്ണുകളിൽ അടങ്ങാത്ത പകയുണ്ട്. പ്രായം ചെന്ന് നരച്ച താടിയും മുടിയുമായി കീറിപ്പറിഞ്ഞ വസ്ത്രം ധരിച്ച ഒരാൾ ഒരു പഴയ ഭൂപടത്തിനു മുന്നിലിരിക്കുന്നു. അത് മലമ്പുഴയുടെ ഭൂപടമാണ്. അതിൽ പല സ്ഥലങ്ങളും അടയാളപ്പെടുത്തിയിരിക്കുന്നു. അയാൾ കുട്ടികളുടെ ഒരു പഴയ രേഖാചിത്രത്തിലേക്ക് നോക്കുന്നു. അത് ജയിൽ മോചിതനായ വിക്രമനാണ്. കാത്തിരിപ്പ് അവസാനിക്കാറായി.
വോയിസ്ലി ഓഡിയോ പരമ്പര കേൾക്കൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.